ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗ സീരിയലിൽ നിന്ന് നല്ലൊരു എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ കിരൺ കല്യാണിയെടുത്ത് പറയുന്നുണ്ട്, ഇനി എന്തെങ്കിലും ആവട്ടെ, എന്തായാലും നമ്മളൊരു തെറ്റൊന്നും ചെയ്തിട്ടില്ല കല്യാണി. മറ്റുള്ളവരുടെ വിഷമം കാണുമ്പോൾ നമ്മുടെ മനസ്സലിഞ്ഞു പോണ ഒരു സ്വഭാവം നമുക്കുണ്ട്. പ്രത്യേകിച്ച് നിനക്ക് മനോഹരുടെ വിഷമം കാണുകയും അവന്റെ സ്വഭാവം മാറുന്ന മനസ്സിലാക്കിയപ്പോ നമ്മൾ അവളെ ഒരു ഹെൽപ്പ് ചെയ്യാൻ ശ്രമിച്ചു. അത്രേ ഉള്ളൂ. ഇനിയിപ്പോ എന്തായാലും മനോഹറിനെ കാണിക്കാനൊന്നും നിക്കണ്ട കുഞ്ഞിന്. കൺമണി മോൾ എന്ന് പറഞ്ഞ ശരിക്കും പറഞ്ഞ സരയുവിന്റെ മോളാണ്. സരയുവിനാണ് കൂടുതൽ അവകാശം. അതുകൊണ്ട് തന്നെ ഇനി ആ കുഞ്ഞിന്റെ കാര്യത്തിൽ നമ്മൾക്ക് മനോഹറിനെ കാണിക്കാനൊന്നും പിടിക്കാനൊന്നും നിക്കണ്ട. അവളായി അവളുടെ പാടായി. ഇനിയിപ്പോ സരയു എങ്ങാനും കുഞ്ഞിനെടുത്തോണ്ട് താരാനിയുടെ വീട്ടിലേക്ക് പോകുന്ന കിരണേട്ടാ എനിക്ക് സംശയം. അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ കല്യാണി? എന്ത് കുഞ്ഞിനെ എപ്പോഴേ അവള് കൊണ്ടുപോയി താരാന്റെ അടുത്തേക്ക്, അയ്യോ അത് അച്ഛൻ നമുക്ക് വളരെ വിഷമമായി കാണുമല്ലോ. അതൊന്നും അവള് നോക്കില്ല. അവൾക്കിപ്പോ അവളുടെ ദേഷ്യമാണല്ലോ വലുത്. മാത്രല്ല കിരണേട്ട, വേറൊരു സംഭവം കൂടി ഉണ്ട്. അവൾക്ക് ദേഷ്യം കൂടിക്കണം. നമ്മുടെ കമ്പനിയിൽ നിന്ന് പോയിട്ട് അവളേതെങ്കിലും സാധാരണ കടയിൽ പോയി ജോലി ചെയ്ത് സമ്പാദിക്കാനും നോക്കുള്ളൂ. അതും നീ പറഞ്ഞ ശരിയാണ്. കിരണേട്ടൻ ഒരു കാര്യം ചെയ്യ്, നാളെ എന്തായാലും രാവിലെ തന്നെ അവളെ പോയി കാണ്. എന്നിട്ട് അവളോട് ഇനി ഒരിക്കലും ഇങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്ന് പറഞ്ഞിട്ട് ഒന്ന് സമാധാനിപ്പിക്ക്. കിഴട്ടൻ വിചാരിച്ചാൽ മാത്രമേ അവളെ സമാധാനിപ്പിക്കാൻ പറ്റുള്ളൂ. അതിനാ നോക്കിക്കോളാം കല്യാണി എന്ന് പറഞ്ഞിട്ട് കിരൺ അകത്തേക്ക് പോവാണ്. ആശ്രമത്തെ കല്യാണത്തിൽ ഇങ്ങനെ പറയുന്നുട്ടോ, നീ അതിനോർത്ത് വിഷമിക്കണ്ട, ഞാൻ എന്താ നോക്കിക്കോളാം പറഞ്ഞിട്ടാണ് കിരൺ അകത്തേക്ക് പോകുന്നത്. കല്യാണിക്കും ആകെ വിഷമമൊക്കെ ആവുന്നില്ല കേട്ടോ. പിന്നീട് കാണിക്കണത് നമ്മുടെ സരയൂനെയാണ്. സരയൂ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കാട്ടോ രാത്രി. അവിടേക്ക് നമ്മുടെ താര വരുന്നുണ്ട് കുഞ്ഞിനെ എടുത്തോണ്ട്. താര ചോദിക്കേണ്ട കിടക്കുന്നില്ലെന്ന് ചോദിക്കുമ്പോഴേക്കും അമ്മ പോയി കിടന്നോ, അല്ല അമ്മ കഴിച്ചായിരുന്നോ, കുഞ്ഞിനെ എന്തെങ്കിലും കൊടുത്തായിരുന്നോ, കുറുക്ക് കൊടുത്തായിരുന്നോ? കൊടുത്തായിരുന്നു എന്ന് താര ആക്ഷൻ വഴി പറയുമ്പോഴേക്കും സരയു താര പറയണ്ട്, നാളെ കിരൺ വരും എന്ന് പറയാണ്. നാളെ അവൻ വരുമെന്നോ? എനിക്ക് മനസ്സിലായി, എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി വരുമായിരിക്കും, അവള് പറഞ്ഞിട്ടായിരിക്കും. സത്യം പറഞ്ഞ എല്ലാത്തിനും കാരണം അവളാ, ആ കല്യാണി. അപ്പോ താര ചോദിക്കുന്നുണ്ട്, കല്യാണി എന്ത് ചെയ്തു എന്നിങ്ങനെ ചോദിക്കാണ്. സരയു പറയുന്നുണ്ട്, അവൾ എന്ത് ചെയ്തെന്നോ? അമ്പലത്തിൽ പോയിട്ട് ദൈവങ്ങളെ വിളിച്ചുണർത്തുന്നവളാ കല്യാണി. അവളെ എന്റെ കമ്പനിയിലേക്ക് വരുന്ന സമയത്തെ അവൾ വെറും ഒരു പാൽക്കാരിയായിരുന്നു. ആ കമ്പനി ഇന്നത്തെ RS കൺസ്ട്രക്ഷൻ, സരയു കൺസ്ട്രക്ഷൻ ആയിരുന്നു. എന്നിട്ട് എന്റെ പേരുള്ള കമ്പനിയും അതുപോലെ തന്നെ എന്റെ മുറച്ചെറുക്കനായിരുന്നു കിരൺ. ആ സമയത്ത് എന്റെയും കിരണിന്റെ വിവാഹമൊക്കെ നേരത്തെ ഉറപ്പിച്ചതായിരുന്നു. അത് അവൾക്ക് അറിയുകയും ചെയ്യായിരുന്നു. എന്നിട്ട് ഞങ്ങളുടെ ഇടയിലേക്ക് ഇടിച്ചു കയറി വന്നതാ കല്യാണി. അവളുടെ സ്വഭാവം അത്ര നല്ലതൊന്നുമല്ല. അതുകൊണ്ട് തന്നെയാ പറഞ്ഞ അവൾ അത്ര നല്ലതല്ലെന്ന്. കാരണം സാധാരണ ഒരു പെണ്ണ് എന്താ ചെയ്യേണ്ടത്? ഒരാളുടെ വിവാഹം ഉറപ്പിച്ചാണെന്നുണ്ടെങ്കിൽ അയാളുടെ അടുക്കാൻ പാടില്ല. പക്ഷെ കല്യാണി കിരണായിട്ട് അടുക്കാനാണ് ശ്രമിച്ചത്. ക്യാൻറ്റീനിൽ ജോലി ചെയ്ത് അവിടെ നല്ല നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുത്ത് അവന്റെ മനസ്സ് കീഴടക്കി. പിന്നെ എന്റെ ഭാഗത്തും തെറ്റുണ്ട്. എനിക്ക് കുറച്ച് അഹങ്കാരവും കാര്യങ്ങളും ആ സമയത്ത് ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് ആ സമയത്ത് അവൾ അത് വന്ന് മുതലാക്കുകയും ചെയ്ത്. അങ്ങനെ കിരൺ അവളുടെ സ്വന്തമായത്. അല്ലെങ്കിൽ കിരൺ എന്റെ ആയിരുന്നു. എന്നെ കല്യാണം കഴിച്ചതെങ്കിൽ ഒരിക്കലും എനിക്ക് ഈ ദുരന്തമൊന്നും വരത്തില്ലായിരുന്നു. ഒരിക്കലും ഞാൻ മനോഹരനെ പരിചയപ്പെടുകയില്ലായിരുന്നു, അവന് വിവാഹം കഴിക്കൂലായിരുന്നു. കിരണിന്റെ ഭാര്യയായിട്ട് ഞാൻ ജീവിച്ചാന് സുഖമായിട്ട് എന്നിങ്ങനെ പറഞ്ഞാന്. അപ്പൊ തന്നെ താഴെ മുഖമൊക്കെ ആകെ മാറുന്നു കേട്ടോ. സരി പറയുന്നുണ്ട്, അമ്മക്ക് അവളെ കുറിച്ച് പറഞ്ഞാലൊന്നും പിടിക്കില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ പറയേണ്ട കാര്യങ്ങൾ ഞാൻ എന്തായാലും പറയും. ഞാൻ പറഞ്ഞതെല്ലാം സത്യം തന്നെയാണ്. കല്യാണിയാണ് എല്ലാത്തിനും കാരണം. അന്ന് ഐസിയുല് എന്റെ കുഞ്ഞിനെ കൊണ്ട് അവനെ കാണിക്കാൻ പോയത് കല്യാണിയാണ്. പിന്നെ ടെക്സ്റ്റൈൽസ് ഞാനും എന്റെ വാർത്തമ്മയും കൂടി കുഞ്ഞിനെ കൊണ്ട് പോയല്ലോ ഡ്രസ്സ് എടുക്കാനായിട്ട്. അത് അവള് അന്ന് മനസ്സിലാക്കി. അത് മനോഹറിനെ വിളിച്ചു പറഞ്ഞു. മനോഹർ അവള് പറഞ്ഞത് കേട്ടാണ് അന്ന് ടെക്സ്റ്റൈൽസിലേക്ക് വന്നത്. വീട്ടില് കളിച്ചോണ്ടിരിക്കുന്ന കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയി മനോഹർ. അതും അവളുടെ ഒത്താശയോടാണ്. എല്ലാത്തിനും പിന്നിൽ അവളാണ്. മനോഹറിന് അവളാണ് ഒത്താശ ചെയ്ത് കൊടുക്കുന്നത്. എന്റെ കിരണിനെ സ്വന്തമാക്കി എന്റെ ജീവിതം ഇങ്ങനെ ആക്കിയത് കല്യാണിയാണ്. എല്ലാത്തിനും കാരണം കല്യാണിയാണ്. അല്ലെങ്കിൽ എന്റെ സ്വത്തായിരുന്നു കിരണ്, എന്റെ മാത്രമായിരുന്നു കിരണ്. അവൻ എന്റെ കൈവിട്ടു പോയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം കല്യാണിയാണ്. അങ്ങനെയിരിക്കുമ്പോ എനിക്ക് കല്യാണിയുടെ അടുത്തുള്ള ദേഷ്യം മാറില്ല. അത് അമ്മ അംഗീകരിച്ചാലും ശരി, ഇല്ലെങ്കിലും ശരി. കേട്ടല്ലോ, അമ്മ പോയി കിടക്കാൻ നോക്ക്. അപ്പോ കുഞ്ഞിനെ കാണാതെ അങ്കിളും ആന്റിയും വിഷമിക്കും എന്ന് താര ഇങ്ങനെ പറയുമ്പോഴേക്കും വിഷമം അവർക്ക് മാത്രമല്ല വിഷമം, എനിക്കും ഉണ്ട് വിഷമം. കുഞ്ഞിനെ കാണിക്കാൻ വേണ്ടി ആ ചെകുത്തനടുത്ത് കൊണ്ടുപോയപ്പോൾ എനിക്കും ദേഷ്യമൊക്കെ വന്നു. എല്ലാത്തിനും കാരണക്കാരി കല്യാണിയാണ്. അവളോട് എനിക്ക് പെട്ടെന്നൊന്നും മറക്കാൻ സാധിക്കില്ല എന്നൊക്കെ സരയു ഇങ്ങനെ പറയുന്നു കേട്ടോ. അപ്പൊ താരക്കാകെ ബുദ്ധിമുട്ടാവാ. സരയു ഇങ്ങനെയൊക്കെ എന്താ പറയണെന്ന്. മാത്രമല്ല സരയുവിന്റെ മുഖം മാറുന്നതും അതുപോലെ തന്നെ ഭയങ്കര ഒരു വ്യത്യാസമൊക്കെ താരക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ താര പിന്നെ ഒന്നും മിണ്ടുന്നൊന്നുമില്ല. അതിനുശേഷം കാണിക്കുന്ന ദിലീപിനെയാണ്. ദിലീപ് അച്ഛന്റെ കടലിലേക്ക് ഒഴുക്കിയതിനു ശേഷം തിരിച്ചു വരണം. ദിലീപും കൂട്ടുകാരും കിരണും മാത്രമേ അവിടെ ഉള്ളൂ കേട്ടോ. അങ്ങനെ ദിലീപ് കടലിൽ മുങ്ങി കുളിച്ച ശേഷം വരികയാണ്. കല്യാണിയുടെ അമ്മ മരിച്ചതിന് ശേഷം കല്യാണിയും ഇതുപോലെ തന്നെ അമ്മയുടെ അസ്ഥി
കടലിൽ ഒഴുക്കിയതിനു ശേഷം കിരണെ ഒരു ശപഥം ചെയ്തില്ലേ, ഗംഗപ്രസാദ് മരിക്കണമെന്ന്, അവനൊരിക്കലും ജയിക്കാൻ പാടില്ലെന്ന്. അതുപോലെ തന്നെയാ ഞാനിപ്പൊ ശപഥം ചെയ്യണത്. നോക്ക്, ഒരിക്കലും ഗംഗപ്രസാദ് ജയിക്കാൻ പാടില്ല. അതിനുവേണ്ടി തന്നെയാണ് ഞാൻ കാർത്തികനെ വിവാഹം കഴിക്കാന്ന് വിചാരിച്ചിരുന്നത്. പിന്നെ അത് മാത്രല്ല, കാർത്തികൻ എനിക്ക് അത്രമാത്രം ഇഷ്ടമാണ്. അതാണ് എത്രമാത്രം ഭയങ്കര പ്രശ്നങ്ങളായിട്ട് ഞാൻ കാർത്തികനെ കൈവിടാത്തത് എന്ന് പറയുമ്പോ കിരൺ പറയുന്നുണ്ട്, ദിലീപിന്റെ വലിയ മനസ്സാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ സാധാരണ ഒരു ചെറുപ്പക്കാരൻ വിവാഹത്തിൽ നിന്ന് പിന്മാറും. പക്ഷെ ദിലീപ് ഇപ്പോഴും വിവാഹത്തിൽ തന്നെ ഉറച്ചു നിൽക്കാണ്. അതിൽ വല്ലാത്ത സന്തോഷമുണ്ട് ദിലീപെ, വല്ലാത്തൊരു സന്തോഷമുണ്ടെന്ന് കിരൺ പറയാണ്. മാത്രല്ല, ശരിക്കും പറഞ്ഞാൽ ആ ഗംഗപ്രസാദിന്റെ കയ്യിൽ നിന്ന് വഴുതി പോയതിന്റെ വിഷമമാണ് എന്റെ മനസ്സിൽ ഫുള്ളും. കഴിഞ്ഞ ദിവസം അവന്റെ കൈ കിട്ടിപ്പോ അവനെ കൊന്നിരുന്നെങ്കിൽ ഇപ്പോ ദിലീപിന് അച്ഛന്റെ അസ്ഥി ഒഴുക്കിയ സമയത്ത് ഒരു ഇരട്ടി സന്തോഷമെങ്കിലും ഉണ്ടായാനെ. അത് ശരിയാക്കിരണേ. പക്ഷെ അവൻ സന്തോഷിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ വിവാഹം എത്രയും പെട്ടെന്ന് നടത്തുന്നത്. എന്റെയും കാർത്തികയുടെ വിവാഹം കഴിഞ്ഞാൽ മാത്രമേ അവൻ വിവാഹം കഴിഞ്ഞു എന്നറിയാൻ പാടുള്ളൂ. അപ്പൊ അവൻ ഏകദേശം തളർന്നു ഒടിഞ്ഞു പോയിട്ടുണ്ടാകും. ദിലീപിന്റെ കൂട്ടുകാർ പറയുന്നുണ്ട്, കിരണെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ ലീവ് എപ്പോഴേ കഴിഞ്ഞു. ഇവന്റെ വിഷമം ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ ഇവന്റെ കൂടെ ഇവിടെ നിൽക്കുന്നത്. ഞങ്ങളുടെ വീട്ടുകാരൊക്കെ സ്വാർത്ഥരാണ്, അതെല്ലാവരും അങ്ങനെ ആയിരിക്കുമല്ലോ. ഈ പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞ ശേഷം ഞങ്ങളെ അങ്ങോട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞങ്ങൾ പോകില്ല, ഇവന്റെ വിഷമം ഒന്നും ശരിയാവാതെ ഞങ്ങൾ ഇവിടുന്ന് പോവില്ല. അപ്പൊ കിരൺ പറയുന്നുണ്ട്, എന്തൊക്കെ വന്നാലും നമ്മൾ ആ ഗംഗപ്രസാദിനെ ജയിക്കാൻ സമ്മതിക്കാൻ പാടില്ല. ആ ഒരുത്തനാണ് എല്ലാവരുടെ ജീവിതം പ്രശ്നത്തിലാക്കിയത്. അവൻ എന്തായാലും ഇല്ലാതാക്കിയേ പറ്റൂ. ഞാൻ പറഞ്ഞല്ലോ കിരണെ, നാളെ തന്നെ നമുക്ക് വിവാഹം രജിസ്റ്റർ ചെയ്യാം. അതിനുശേഷം മാത്രം അവൻ സത്യങ്ങളൊക്കെ അറിഞ്ഞാൽ മതി. അവൻ തകരാൻ പോണ നിമിഷങ്ങൾ ഇനി വരാൻ പോണുള്ളൂ. ഇനി അവന്റെ സമയദോഷമാണ് കിരണെ എന്നൊക്കെ നമ്മുടെ ദിലീപ് പറയുന്നു കേട്ടോ. അതിനുശേഷം കാണിക്കണത് കിരണിനെയാണ്. കിരൺ രാവിലെ തന്നെ താരയുടെ വീട്ടിലേക്ക്, അത് കഴിഞ്ഞിട്ട് താരയുടെ വീട്ടിലേക്ക് വരുവാണ്. താര കിരണിനെ കാണുമ്പോ തന്നെ ഇങ്ങനെ സരയു പറഞ്ഞ കാര്യമായിട്ട് ആലോചിക്കണം. ഇന്നലെ രാത്രി ദൈവങ്ങളെ വിളിച്ചുണർത്തി കല്യാണി തന്റെ കിരണിനെ സ്വന്തമാക്കി എന്നൊക്കെ പറഞ്ഞില്ല, അതൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് താര. കിരൺ അടുത്തേക്ക് വരുന്നുണ്ട്. ആ താര ആന്റി. അപ്പൊ താര ചോദിക്കുന്നുണ്ട്, എന്തിനാണ് കുഞ്ഞിനെ അവനെ കൊണ്ടേ കാണിച്ചതെന്ന് ചോദിക്കുമ്പോ അത് സംഭവിച്ചു പോയി. താര ആന്റിക്ക് അറിയാലോ, ശത്രുക്കളോട് പോലും അവരുടെ മനസ്സ് മാറിക്കഴിഞ്ഞാൽ അവരോട് ഇഷ്ടം തോന്നുന്ന ഒരു പെൺകുട്ടിയാണ് കല്യാണി. അതുകൊണ്ട് മനോഹർ ശരിക്കും പറഞ്ഞാൽ മാറിയപ്പോഴേക്കും കല്യാണിക്ക് എനിക്ക് ഒരുപാട് സന്തോഷമായി. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ചെയ്തു പോയത്. ഇനിയിപ്പോ അങ്ങനെ ചെയ്യണമില്ല എന്ന് പറയാണ്. അല്ല സരയു എവിടെ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കേ സരയു അവിടേക്ക് വരുവാട്ടോ. ആ കിരണേ നീയോ? ആ സരയു, നിനക്ക് എന്നോട് ദേഷ്യമാണെന്നൊക്കെ അറിയാം. കല്യാണിക്ക് നിനക്ക് വന്ന് കാണണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നീ എങ്ങനെ പ്രതികരിക്കുമെന്ന് ഓർത്തിട്ട് പേടിച്ചിട്ടാ അവള് വരാത്തത്. കല്യാണിട്ട് എനിക്ക് ദേഷ്യമൊക്കെ ഉണ്ട് കിരണേ. അവളല്ലേ ഹോസ്പിറ്റലിൽ കൊണ്ട് എന്റെ കുഞ്ഞിനെ അവനെ കാണിച്ചത്. സരയു, അതൊക്കെ സംഭവിച്ചു പോയി, നീ ഞങ്ങളോട് ക്ഷമിക്കേ. ഞങ്ങൾ മനോഹര അങ്ങനെ മാറിയെന്ന് പറഞ്ഞപ്പോഴേക്കും അവന് വിഷമിക്കേണ്ട അച്ഛനോ ഒന്നും ചെയ്തത്. പക്ഷെ നിനക്കത് വിഷമമൊന്നും ഞങ്ങളത് ഓർത്തുമില്ല. സോറി സരയു, നീ അതങ്ങോട്ട് വിട്ടുകള. ആ ശരി, ഞാനേ പുറത്തേക്ക് പോകുവാണ് എന്ന് പറയുമ്പോഴേക്കും നീ എവിടേക്കാ പോണത്? എനിക്ക് കുറച്ച് പർച്ചേസ് ഉണ്ട്, അതിനെന്താ ഞാൻ കൊണ്ടുപോവാലോ എന്ന് പറയുമ്പോഴേക്കും സരയു കിരൺ ഇങ്ങനെ നോക്കാട്ടോ. എന്താ സരയു നീ നോക്കണത്? ഒന്നുമില്ല, നീ വാ ഞാൻ കൊണ്ടുപോവാ. അപ്പോ താരാന്റി ശരി, ഞാൻ ഒന്ന് പർച്ചേസിനെ കൊണ്ടുപോയിട്ട് തിരിച്ചു വരാം എന്ന് പറഞ്ഞിട്ട് സരയുവിനെയും കൂട്ടിക്കൊണ്ട് കിരൺ പർച്ചേസിന് പോകാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങുവാട്ടോ. ആ സമയത്ത് താരക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് പോലെ തോന്നാണ്. കാരണം സരയുവിന്റെ മനസ്സ് മാറുന്നത് താരക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ കിരൺ കാറിലേക്ക് കയറുന്ന സമയത്ത് സരയു കിരണിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകട്ടോ. എന്നിട്ട് മനസ്സിൽ വിചാരിക്കുകയാണ്, കിരണെ നീ എന്റെ ആയിരുന്നടാ. ഒരു ദിവസം ഒരു പ്രാവശ്യം ഞാൻ ശരിക്കും പറഞ്ഞ കൈവിട്ട് കളഞ്ഞ എന്റെ സ്വത്താ നീ. നിന്നെ ഞാൻ ഒരിക്കലും കൈവിട്ട് കളയില്ലടാ. എന്റെ മാത്രം നീ, എന്റെ മാത്രം. സരയുയോട് കിരൺ ചോദിക്കട്ടെ, എന്താ സരയു? ഒന്നുമില്ല, കാറി കയറ് എന്ന് പറയാണ്. അങ്ങനെ സരയു കാറി കയറി കിരണിന്റെ കൂടെ പോകുവാട്ടോ. താരക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്, വിഷമവും വരുന്നുണ്ട്. അങ്ങനെ കുറച്ചു ദൂരം കാറിൽ സഞ്ചരിക്കുമ്പോഴേക്കും കിരൺ പറയുന്നുണ്ട്, സരയു നീ ക്ഷമിക്ക്, ഇനി ഒരിക്കലും മനോഹറിനെ കുറിച്ച് നിന്നോട് ഞങ്ങൾ പറയാൻ പോണില്ല, മനോഹറിനെ കുഞ്ഞിനെയും കാണിക്കാൻ പോണില്ല. നിങ്ങൾ ഇതിനു മുമ്പും ഇത് തന്നെയല്ലേ എന്നോട് പറഞ്ഞത്? ശരിയാണ്, പക്ഷെ സംഭവിച്ചു പോയി. അറിയാലോ കല്യാണിയുടെ സ്വഭാവം, അവളൊരു പാവമാണ്. ശത്രുക്കളോട് പോലും നന്മ കാണിക്കാനും നീതി കാണിക്കാനേ അവൾക്ക് അറിയുള്ളൂ. അതുകൊണ്ടിട്ടാണ്. പിന്നെ എനിക്കും അവന്റെ സ്വഭാവം മാറിയെന്ന് മനസ്സിലായപ്പോഴാണ് അങ്ങനെയൊക്കെ ആയത്. ഇനി ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല. അപ്പോഴൊന്നും സരയു അത് ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. കിരണിന്റെ മുഖത്തന്നെ വായയും വിളിച്ചു നോയിക്കൊണ്ടിരിക്കുക. സരയു, ഞാൻ പറഞ്ഞത് നീ എന്തെങ്കിലും കേട്ടോ? കേട്ടു. എന്താ പറ? ഞാനിപ്പോ എന്താ പറഞ്ഞത്? അത് പിന്നെ കിരണെ, നീ ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല, നിന്റെ മനസ്സ് വേറെ എവിടെയാണ്. അതേ കിരണെ, എന്റെ മനസ്സിൽ പല കാര്യങ്ങളുണ്ട്. സത്യം പറഞ്ഞ ഞാൻ കാരണം എന്റെ ജീവിതം ഇങ്ങനെ ആക്കിയത്. നോക്ക്, നിന്നെ എന്റെ വിവാഹം നേരത്തെ ഉറപ്പിച്ചു വെച്ചതായിരുന്നു. എന്റെ സ്വഭാവം കൊണ്ടാണല്ലോ നീ എന്നെ ഇട്ടേച്ചും പോയത്. പിന്നെ നീ എന്നെ വിവാഹം കഴിച്ചാൽ എന്റെ സ്വഭാവത്തിൽ മാറ്റമൊന്നും സംഭവിക്കില്ലായിരുന്നു ആ സമയത്താണെന്നുണ്ടെങ്കിൽ. അതൊക്കെ പോട്ടെ സരയു.
കല്യാണി ഒരു പാവപ്പെട്ട വീട്ടിലാണ്, അറിയാലോ കല്യാണിക്ക് ആ സമയത്ത് ഒരു സൗഭാഗ്യങ്ങളും ഉണ്ടായിരുന്നില്ല. ചിലപ്പോ അതുകൊണ്ട് ദൈവമായിട്ടായിരിക്കും അവൾക്ക് സൗഭാഗ്യങ്ങൾ എന്നെ കൂടെ കൊടുത്തത്. പിന്നെ നിന്റെ ജീവിതത്തിലും ഒരു മോശ സമയം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് മനോഹർ നിന്റെ ജീവിതത്തിലേക്ക് വന്നതും നിന്റെ അഹങ്കാരം മാറാൻ വേണ്ടി ശരിക്കും മനോഹറാണ് കാരണക്കാരനായത്. അതൊക്കെ പോട്ടെ സാരിയോ, അതൊക്കെ പോയ കഥകളല്ലേ. അത് ശരിയാ, അതൊക്കെ കഴിഞ്ഞതാണ് എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ. ആ സമയത്തും സരയുവിന്റെ നോട്ടം ഫുള്ളും കിരണിന് തന്നെയാണ് കേട്ടോ. എന്നിട്ട് വീണ്ടും വീണ്ടും മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സരയു. അതെ, ഇവൻ എന്റെയാണ്, എന്റെ മുറച്ചെറുക്കൻ. എനിക്ക് ഒരു പ്രാവശ്യം കൈവിട്ടു പോയ എന്റെ മുറച്ചെറുക്കനാണ് ഇവനെ ഞാൻ ഈ കൈവിട്ട അത് ശരിയാവില്ല. ഇനി ഞാനും ഇവന് ഒന്നിക്കണ നിമിഷങ്ങളാണ്. കല്യാണിനെ എങ്ങനെയാണോ അവളെ ഇവന്റെ ജീവിതത്തിലേക്ക് വന്നത്, അതുപോലെ തന്നെ കല്യാണി ഇവന്റെ ജീവിതത്തിൽ നിന്ന് പോയേ പറ്റൂ. ശേഷം ഞാനും ഇവനും ഒന്നാവണം, അത് തന്നെയാ വേണ്ടത് എന്ന് സരയു മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. ഇനി ഒരിക്കലും എന്തിന്റെ പേരിലാണെങ്കിലും ഞാൻ കിരണിനെ കൈവിടില്ല എന്നും സരയു മനസ്സിൽ വിചാരിക്കുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. എല്ലാവർക്കും ടേക്ക് കെയർ. ബൈ ബൈ.